നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ടത് ഒരു കുടുംബം ജപ്തിയിൽ അകപ്പെടുകയും ഏതാണ്ട് 10 മണി വരെ വീടിന് പുറത്ത് ഇരിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയും റിപ്പോർട്ടർ ചാനലും നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. റിപ്പോർട്ടർ ചാനലും സുരേഷ് ഗോപിയും ഒരുമിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെ ഈ വാർത്ത ഏറിയ സമയത്ത് തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ MD കൂടിയായ ആന്റോ അഗസ്റ്റിനെ വിളിച്ച് സുരേഷ് ഗോപി ആ കണ ഉടൻ തന്നെ അടയ്ക്കാം എന്ന് പറയുകയും അത് അടയ്ക്കാനുള്ള സംവിധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറയുകയും രണ്ടുപേരും ചേർന്ന് സുരേഷ് ഗോപി അറിയിച്ചെങ്കിലും റിപ്പോർട്ടർ ചാനൽ അവിടുത്തെ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിന്റെ മാനേജരെ വിളിക്കാൻ നിരവധി തവണ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏതായാലും കൃത്യമായി തന്നെ ആ സമയത്ത് ബാങ്ക് അധികൃതർ ബന്ധപ്പെടുകയും പിന്നീട് 1 മണിക്കൂറിനകം തുറന്നു നൽകാം, വീട്ടിലേക്ക് മാനേജർ വരുന്നുണ്ട്, വീട് തുറന്നു നൽകാം എന്ന് പറയുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇത്രയും സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അവിടേക്ക് എത്തിയ DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ വന്ന് ആ വീടിന്റെ വാതിൽ തട്ടി പൊളിച്ച് അകത്തേക്ക് അവിടെ പുറത്തിരുന്ന ആ വീടിന്റെ ഉടമസ്ഥരെ പ്രവേശിപ്പിച്ചത്. സാധാരണ നമുക്കെല്ലാം അറിയാം, നിയമപരമായി നമ്മൾ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് നിയമപരമായാണ്. അപ്പോൾ നിയമപരമായി ബാങ്കിൽ നിന്നെടുക്കുന്ന വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ തീർച്ചയായും അത് ജപ്തി നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമാകുന്ന വളരെ പെട്ടെന്ന് ഇപ്പൊ ജപ്തിക്ക് വരുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ എങ്ങനെയാണ് ജപ്തി ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു വീട്ടുകാരും സ്വമേധയാ മാറി കൊടുക്കാറില്ല. ജപ്തിയിലേക്ക് അടുക്കുന്ന സമയമാകുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരെ പുറത്താക്കും. ഇവിടെ കുട്ടികളടക്കമുള്ളവർ പുറത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ നിയമപരമായി തന്നെ അവർ വന്ന് അവരെ ബോധ്യപ്പെടുത്തി വീട് പൂട്ടിയിറങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ അതിൽ ബാങ്കിലെ മാനേജർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബാങ്കിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നത്. ഒരു ദിവസം രാവിലെ ജപ്തിക്ക് ആരും വരില്ല. ചില നോട്ടീസുകളൊക്കെ അയച്ച്, നിരവധി തവണ നോട്ടീസുകൾ അയച്ച് ജപ്തിക്ക് വരുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തി അതിനുശേഷം അവിടെ നോട്ടീസ് പതിച്ച ശേഷമൊക്കെയാണ് സാധാരണഗതിയിൽ ജപ്തി ചെയ്യാറ്. ഇതിപ്പോൾ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉയരുന്നത്. അവരും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ വീട് ജപ്തിക്ക് ഒരുങ്ങുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൃത്യമായി ഇടപെടൽ നടത്തുന്നു. അദ്ദേഹം പറയുന്നു അദ്ദേഹം രാത്രി വേണമെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം, ബാങ്ക് അടയ്ക്കുന്നത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല, ബാങ്ക് തുറക്കുന്നതും അടയ്ക്കുന്നതും ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ബാങ്ക് അടച്ചു എന്നതും കാര്യമാക്കേണ്ടതില്ല, ഞാൻ ഓൺലൈൻ ട്രാൻസ്ഫർ വഴിയാണെങ്കിലും ഇപ്പോൾ പണം അടച്ചേക്കാമെന്ന് പറയുന്നു. ഏതായാലും കാര്യങ്ങൾ ശുഭകരമായ രീതിയിലേക്ക് അടുക്കുമ്പോഴാണ് അവിടേക്ക് കടന്നു വന്ന ഒരു കൂട്ടം ആൾക്കാർ, അത് യൂത്ത് കോൺഗ്രസ്സുകാരനുമുണ്ട്, DYFIക്കാരനുമുണ്ട്, അവിടെ വന്നുകൊണ്ട് വാതിൽ പൊളിച്ച് അവരെ അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ പന്തിയിൽ വിളമ്പാനാണ് ഈ രണ്ടു കൂട്ടരും വന്നത്. രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരനും അതുപോലെ തന്നെ DYFIക്കാരും അവിടേക്ക് വന്നത് തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനും രാഷ്ട്രീയ ലക്ഷ്യവും ഉറപ്പിക്കാൻ വേണ്ടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി അവിടെ നിന്ന് പറയുന്നുണ്ട്, നിയമപരമായി പൊളിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിയമം കയ്യിലെടുക്കരുതെന്ന് അവിടെ നിൽക്കുന്ന റിപ്പോർട്ടർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവർ ഉടനെ തന്നെ അത് പൊളിച്ച് അകത്ത് കടത്തുകയായിരുന്നു. ഏതായാലും ശരി, രാത്രി 10 മണിയായി. ഒരു മനുഷ്യത്വത്തിന്റെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ മനുഷ്യത്വം കഴിഞ്ഞ ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ DYFIക്കോ CPMകാരനോ ഉണ്ടായിരുന്നു എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് കടന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. സുരേഷ് ഗോപി അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് ഇങ്ങനെ അടയ്ക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അപ്പോൾ ഏതെങ്കിലും ഒരു CPMകാരനോ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ പറ്റാത്ത കാര്യമല്ല സുരേഷ് ഗോപി ചെയ്തത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് മൈലേജ് കിട്ടരുത്, അല്ലെങ്കിൽ സുരേഷ് ഗോപി അതിന്റെ ഫലം സുരേഷ് ഗോപിക്ക് ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിൽ തങ്ങളാണ് എന്തോ മഹാകാര്യം ചെയ്തതെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസും DYFIയും ഒക്കെ അവിടെ ശ്രമിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരനോടും പ്രിയപ്പെട്ട DYFIക്കാരനോടും മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. നിരവധി പേർ ആത്മഹത്യക്കും പെരുവഴിയിലുമായ ചില ബാങ്കുകളൊക്കെ കേരളത്തിൽ പലയിടത്തുമുണ്ട്. കരുവന്നൂർ ബാങ്ക് അടക്കം, മാറനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അടക്കം കോൺഗ്രസ്സുകാരന്റെയും കമ്മ്യൂണിസ്റ്റുകാരന്റെയും ഒക്കെ അഴിമതിയുടെ കൂത്തരങ്ങായി തീർന്നിട്ടുള്ള ഈ തരത്തിലുള്ള ബാങ്കുകളിൽ, ആ ബാങ്കുകൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടിയെടുക്കാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ ആ തരത്തിൽ ഇരയാക്കപ്പെട്ട അവരുടെ ആ പ്രവർത്തകർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ തരത്തിൽ ഇരയാക്കപ്പെട്ടു പോയ ജനങ്ങൾക്ക് വേണ്ടി, ആത്മഹത്യ വരെ ചെയ്യേണ്ടി വന്ന ജനങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ആ പണം വാങ്ങിച്ചു കൊടുക്കാൻ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിനോടോ മാറനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനോടോ ഒക്കെ നിങ്ങൾ പറയുമോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകുമോ? അതോ മുത്തൂറ്റ് ഫിനാൻസിനോട് മാത്രമേ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതും പൈസ അടയ്ക്കാം എന്ന് സുരേഷ് ഗോപി പറഞ്ഞതോടുകൂടി ഉറപ്പായി കഴിഞ്ഞു കടം മാറുമെന്ന്. പിന്നീട് അവിടെ കതവ് തുറക്കാൻ അവിടുത്തെ ബാങ്ക് മാനേജർ വന്ന് തുറന്നാൽ മതി.
അരമണിക്കൂറോ 1 മണിക്കൂറോ വെയിറ്റ് ചെയ്താൽ പോലും ബാങ്ക് മാനേജർ വരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിയമം കയ്യിലെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അവിടെ അപ്പോൾ നിയമം കയ്യിലെടുക്കാൻ തങ്ങളൊന്നും ചെയ്തില്ല എന്ന ജാള്യത കൊണ്ട് തങ്ങൾക്ക് കൂടുതൽ മേധാവിത്വം കിട്ടുമെന്നോ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് കേട്ടപ്പോൾ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ മൈലേജ് ഉണ്ടാകരുതെന്നോ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പേര് പുറത്തു വരരുത്, അല്ല ഞങ്ങളാണിത് ചെയ്തതെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണോ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും എട്ടുകാലി മമ്മൂഞ്ഞിന്റെ അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസിനും CPM-നും ഒക്കെ ഉള്ളത്. BJP-ക്കാർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനം നമുക്കറിയാമല്ലോ. ഒരു മന്ത്രി മുഹമ്മദ് റീൽസിനെ അറിയാമല്ലോ. റീൽസ് എടുത്തുകൊണ്ട് ജീവിക്കുന്ന മുഹമ്മദ് റിയാസ് എന്ന മുഹമ്മദ് റീൽസ്, ആ മന്ത്രിയും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ പദ്ധതികളുടെ എല്ലാം ക്രെഡിറ്റ് എടുത്തുകൊണ്ട് ഏതെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേന്ദ്രത്തിന്റെ തലയിൽ വെച്ചുകൊണ്ട് ബാക്കി എല്ലാ ക്രെഡിറ്റും തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ചെയ്യുന്നത് ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. നരേന്ദ്രമോദിയെ പച്ചയായി അനുകരിക്കുക വരെ ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ DYFIയുടെയും കോൺഗ്രസിന്റെയും പൊറാട്ട് നാടകമായിരുന്നു നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. എന്തായിരുന്നു അവിടുത്തെ DYFIക്കാരന്റെയും കോൺഗ്രസിന്റെയും അവിടുത്തെ പ്രസക്തി? ഒരു ആവശ്യവുമില്ലാത്തൊരു കാര്യം. നിങ്ങളൊരു കാര്യം ചെയ്യാമായിരുന്നു. ആ പുറത്തിരിക്കുന്നവർക്ക് 4 കസേര ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള മറ്റ് സൗകര്യങ്ങൾ എവിടെയെങ്കിലും ചെയ്തു കൊടുക്കുക, അവർക്ക് ആഹാരം വാങ്ങി നൽകുക. ഇതൊക്കെ ആയിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത്. റിപ്പോർട്ടർ ചാനലിലെ അരുൺ അവിടെ നിന്ന് പറയുന്നുണ്ട് അവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കൂ, വെള്ളം വാങ്ങിക്കൊടുക്കൂ എന്ന് പറയുമ്പോൾ പോലും അവിടെ തടിച്ചുകൂടിയിരുന്ന അതിന് ശേഷമാണ് 10 മണിയായപ്പോഴാണ് അവിടെ ആഹാരവും വെള്ളവും ഒക്കെ എത്തിക്കാനുള്ള സംവിധാനം. അതാരാണ് ചെയ്തതെന്ന് അറിയില്ലെങ്കിൽ പോലും ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറോടാണ് പറയുന്നത്, അവരാണോ വാങ്ങിക്കൊടുത്തതെന്ന് അറിയില്ല. ഏതായാലും അപ്പോഴാണല്ലോ 10 മണി വരെ ഒരു ചാനലിന്റെ ഡെസ്കിലിരുന്ന് അവിടുത്തെ ആങ്കർ പറയുമ്പോഴാണ് ഈ DYFIക്കാരനും CPM-കാരനും ഇനി അഥവാ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് തയ്യാറാകുന്നത്. അത്രയും നേരം അവിടെ നോക്കുകുത്തികളായി നിന്ന ഇവർ രാഷ്ട്രീയ ലക്ഷ്യവും രാഷ്ട്രീയ ലാഭവും മാത്രം മുതലെടുത്തുകൊണ്ട് അവിടെ വന്ന് പൂട്ടുപൊളിച്ച് കടത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏതായാലും സുരേഷ് ഗോപിയെ പോലെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ആയിരുന്നുവെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് സ്വന്തമായി അന്വേഷിക്കുന്ന കാശുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ ഒരുങ്ങിയിരുന്നുവെങ്കിൽ കേരളം പണ്ടേ ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്നു പോയിനെ. മറിച്ച് കോടികൾ ബാങ്കുകളെയും സാധാരണക്കാരെയും ഒക്കെ കബളിപ്പിച്ച് ബാങ്കുകളെ മറയാക്കിക്കൊണ്ട്, സാധാരണക്കാരനെ കബളിപ്പിച്ച് ബാങ്കുകളെ മറയാക്കിക്കൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ തന്നെ പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പിണറായി വിജയന്റെ ടീമും സർക്കാരിനും നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. തൊട്ടുപോയാൽ കടം, പ്രളയത്തിലും അടക്കം, എല്ലാ കാര്യങ്ങളിലും അടക്കം പണം, വയനാട് ദുരന്തമുണ്ടായപ്പോഴും ഒക്കെ ആ തരത്തിൽ എല്ലാ തരത്തിലും കൊള്ളയും കച്ചവടവും ഒക്കെ നടത്തുന്ന ഇവർ ഇപ്പോൾ രക്ഷകരായി, ഒരു കുടുംബത്തിന്റെ രക്ഷകരായി അവതരിച്ചതിന്റെ കാരണം സുരേഷ് ഗോപി അല്ലാതെ മറ്റൊന്നുമില്ല. സുരേഷ് ഗോപിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു പേരില്ലാതാക്കാൻ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയാണ് അവിടെ ഇടപെട്ടത് എന്ന് വരുത്താതിരിക്കാൻ വേണ്ടി തങ്ങളുടെ ഒരു ഭാഗം കൂടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇന്നലത്തെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ്സുകാരന്റെയും DYFIയുടെയും പൊറാട്ട് നാടകം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.